നമസ്തേ. സന്ദേശമാല കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം. ചിന്തിച്ച് രൂപപ്പെടുത്തിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനോ അത് ചെയ്യുമ്പോഴോ ആലസ്യം പാടില്ല. അലസത ദോഷം ചെയ്യും. അലസനാവട്ടെ ഒന്നും നേടുകയുമില്ല. അവൻ്റെ ജീവിതം പാടെ വ്യർത്ഥമാണ്. എന്നാൽ മനോധൈര്യമുള്ളവൻ ഒന്നിലും മടി വിചാരിക്കുകയുമില്ല. അവൻ കുലത്തിൻ്റെ സൽപ്പേര് അധികമധികം പ്രകാശിപ്പിക്കുവാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അലസത അതിന് തടസ്സമാകും. അതിനാൽ അലസന്മാർ ചെയ്യുന്നത് കുലദ്രോഹം തന്നെയാണ്, ഒരു സംശയമില്ല. വംശമഹിമ വർദ്ധിപ്പിക്കണമെങ്കിൽ നിരന്തരവും ഉത്സാഹപൂർണവുമായ ശ്രമം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് കുലദ്രോഹികൾ മടിയെ ശത്രുഭാവത്തിൽ മടിയായി തന്നെ കണ്ടറിഞ്ഞ് ഒഴിച്ചു നിർത്തണം. കുലത്തിന് സമൃദ്ധിയും ഐശ്വര്യവും മേൽക്കുമേൽ ഉണ്ടാകുന്ന വിധത്തിലുള്ള പ്രവൃത്തികളിൽ ഉത്സാഹപൂർവ്വം ശ്രമിച്ചു കൊണ്ടിരിക്കുകയും വേണം. സ്വന്തം കുലത്തെ രക്ഷിച്ചു നിർത്തേണ്ട ഒരാൾ ദൗർഭാഗ്യവശാൽ കുഴിമടിയനും മൂഢനും ഒക്കെ ആയിപ്പോയി എന്നിരിക്കട്ടെ, പിന്നെ എങ്ങനെ ആ കുലം രക്ഷപ്പെടും? എന്തായാലും അവൻ നശിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനേക്കാൾ മുമ്പേ ആ കുലം നശിക്കും. മടി പൂണ്ട് ഒരു കാര്യവും ചെയ്യാതെ വെറുതെ ചടഞ്ഞിരിക്കുന്നവർക്ക് ഒരു നന്മയും ഉണ്ടാവുകയില്ല. അവരുടെ പേരിൽ നാൾക്കുനാൾ കുറ്റങ്ങൾ പെരുകി വരികയും കുലം മുടിയുകയുമാണ് ചെയ്യുക. വിജയപ്രാപ്തിക്ക് നിരന്തരമായ പരിശ്രമം കൂടിയേ കഴിയൂ. ലക്ഷ്യം നേടുന്നതുവരെ ഈ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയും വേണം. മടിയുടെ ബാധ ഒഴിയാതെ പരിശ്രമം തുടർന്നാൽ നേടാൻ കഴിയാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. തൻ്റെ നിസ്സാരതയും ചെയ്യേണ്ട കാര്യത്തിൻ്റെ വലിപ്പവും താരതമ്യപ്പെടുത്തി ഇത് തനിക്ക് സാധിക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇരുന്നെങ്കിൽ ഈ ലോകത്ത് മഹത്തായ കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ആരായാലും ദൃഢമായും ധീരമായും പരിശ്രമിക്കുക തന്നെയാണ് വേണ്ടത്. ആ പരിശ്രമം നിശ്ചയമായും വിജയിക്കും. അത് മഹത്വം നൽകുകയും ചെയ്യും. പരോപകാരം എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വിശിഷ്ടമായ ഒരു ഗുണമാണ്. അതിൻ്റെ മഹത്വം ആർജിക്കണം. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ: സ്ഥിരമായ പരിശ്രമം. ആ പരിശ്രമമാകുന്ന സദ്ഗുണമുള്ളവരിൽ മാത്രമേ ഈ മഹത്വം നിലനിൽക്കൂ. ഉപകാരങ്ങൾ ചെയ്യുന്നതിന് സമ്പാദ്യം ധാരാളം ഉണ്ടാവണം. അതുണ്ടാകണമെങ്കിൽ അത്ര കണ്ട് പരിശ്രമവും വേണം. സ്വന്തം സുഖങ്ങൾക്കായി ആഗ്രഹിക്കാത്തത് ആരാ ഉണ്ടാവുക? നിരന്തരമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അവൻ്റെ ബന്ധുജനങ്ങളുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് അവരെ
താങ്ങി നിർത്തുന്ന തൂണുപോലെയാവണം. സ്ഥിര പരിശ്രമം കുടുംബത്തിനും ബന്ധുമിത്രങ്ങൾക്കും എല്ലാം എന്നും താങ്ങായിരിക്കണം. കഠിനവും നിരന്തരവുമായ അധ്വാനം കൊണ്ട് ഐശ്വര്യവും സമ്പത്തും മേൽക്കുമേൽ വളരും. എന്നാൽ ആലസ്യമാകട്ടെ ഉള്ളതുകൂടി നശിപ്പിച്ച് നിത്യമായ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും. കറുത്ത മുഖമുള്ള മൂദേവി അലസന്മാരുടെ കൂടെ വാഴുന്നുവെന്നും ഐശ്വര്യകിരണമായ ദേവി സ്ഥിരോത്സാഹികളുടെ കൂടെ വാഴുന്നുവെന്നും അങ്ങനെയാണല്ലോ നമ്മൾ പണ്ട് തൊട്ടേ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചത്. ഓരോ വീട്ടിലേക്കും ഭൂദേവിയല്ല ശ്രീദേവിയാണ് കൊണ്ടുവരേണ്ടത്. നിരന്തരമായി അധ്വാനിക്കുന്നവൻ ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും. വിധി അനുകൂലമായില്ല എന്ന് വെച്ച് ആരും വഴി പറയുകയില്ല. എന്നാൽ അറിഞ്ഞിരുന്നിട്ടും ചെയ്യേണ്ട കർത്തവ്യം ചെയ്യാതിരിക്കുകയും വിധിയെ പഴിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥവുമില്ല. അതെങ്കിലും ചെയ്യാനുള്ള ശുഷ്കാന്തി കാണിക്കാതെ അലസരായിരിക്കുന്നവർ കുറ്റങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ചെറിയൊരു പ്രവൃത്തി ചെയ്തിട്ട് ദൈവം അതിൻ്റെ പേരിൽ എല്ലാം വാരിക്കോരി തരും എന്ന് പ്രതീക്ഷിക്കരുത്. അത്രയും തന്നില്ലെങ്കിൽ തന്നെ മെയ്യലങ്ങി അധ്വാനിക്കുന്നതിനുള്ള കൂലി തീർച്ചയായും കിട്ടും. അധ്വാനം ഒരിക്കലും പാഴാവുകയില്ല. വിധി അനുകൂലമല്ല എന്നിരിക്കട്ടെ, ആത്മാർത്ഥമായ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നവർക്ക് ആ വിധി എപ്പോഴും അനുകൂലമാക്കി തീർക്കുവാൻ കഴിയുന്നതേയുള്ളൂ. അത് നമ്മുടെ മനസ്സിൻ്റെ നിലവാരത്തിനനുസരിച്ചാണ്. അങ്ങനെയല്ലേ എന്ന് വെറുതെ ഒന്നാലോചിച്ചു.